നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊരു ഇടിയിറച്ചി ഉണ്ടാക്കിയാലോ? അപ്പോൾ അധികം സംസാരങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ ഇടിയിറച്ചി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് സവോള, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ പൊടിക്കൂട്ടങ്ങളാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇനി നമ്മൾ നന്നായി കഴുകി വെച്ചിരിക്കുന്ന ഈ ബീഫിനെ ഒരു ഉരുളിയിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും വറ്റൽമുളകും എല്ലാം ഇട്ട് കൊടുക്കാം. ശേഷം ഇത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പൊടികളുടെ അളവ് പറയാത്തത്, ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർക്ക് എരിവ് കുറച്ച് മതി. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം അവരവരുടെ ആവശ്യത്തിനുള്ള അളവിനുള്ള പൊടികൾ ഉപയോഗിക്കുക. ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുരുമുളകൊക്കെ എരിവ് കൂടുതൽ വേണ്ടവർ നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ചേർത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, പകരം നമ്മൾ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു കുക്കറിലേക്ക് എടുത്ത് മാറ്റാം. നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 വിസിലടിക്കണം. നമ്മൾ ബീഫിന് 3 വിസിലടുപ്പിച്ചു. അങ്ങനെ വിസിലൊക്കെ അടിച്ച് നല്ല വെന്തിരിക്കുന്ന ബീഫ് തുറന്നപ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. നമ്മളെ പൊടികളുടെ എല്ലാം നല്ല മണമുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല സൂപ്പറായിട്ട് വെന്തിരിക്കുന്ന ഈ ബീഫിനെ നമ്മൾ ഇനി വീണ്ടും ഉരുളിയിലേക്ക് മാറ്റണം. കാരണം നമുക്കിവനെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. കണ്ടോ, ബീഫിൽ വെള്ളം ഒഴിക്കാൻ തന്നെ ബീഫിലെ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഉണക്കിയെടുക്കുകയാണ്. കാരണം ഇത് നന്നായിട്ട് ഉണങ്ങിയെടുത്ത് നമ്മൾ കുറച്ച് നേരം തണുപ്പിക്കാൻ വെച്ചിട്ട് നമ്മളിതിനെ മിക്സിയിലിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നാൽ മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുക്കുമ്പോൾ ആ ഒരു ഉണങ്ങിയ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഉണക്കാൻ വെക്കാം കേട്ടോ. ചൂടാറിയ ശേഷം ഇത് നമ്മൾ ചതച്ചുകൊണ്ട് വന്നിരിക്കുന്ന ബീഫാണ് കേട്ടോ. ബീഫ് ഇത് ചതച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പണികളോടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് ഇടിയിറച്ചി റെഡിയാവും. ഓക്കെ, അങ്ങനെ നമ്മുടെ പച്ച ഇടിയിറച്ചി ഉണ്ടാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വീണ്ടും നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നീട് കടുക് എല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ലേശം ചേർത്ത് കൊടുക്കാം. വീണ്ടും കരിയാപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ട് കടുക് പൊട്ടിച്ചെടുക്കുമല്ലോ, നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് എന്താണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. കാരണം ഇത് നമുക്ക് അധികം ചിലവോ അല്ല അധികം പണിപ്പാടുകളോ ഒന്നുമില്ല. നേരത്തെ ഇറച്ചി എടുത്ത് ഉണക്കി വെച്ച് അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഫ്രഷ് ഇറച്ചിയിൽ തന്നെ നമുക്ക് ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്ന റൈറ്റാണ്. പുറത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇടിയിറച്ചി കഴിക്കാൻ തോന്നുന്നവർ ഉണ്ടായിരുന്നെങ്കിൽ എന്നോർത്ത് മടിച്ച് നിൽക്കേണ്ട. നമുക്ക് പച്ച ഇറച്ചി തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയിറച്ചി ഉണ്ടാക്കാവുന്നതാണ്. രുചികരമായിട്ടുള്ള ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെങ്കിലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണമല്ലോ. ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എന്നാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും ഇടിയിറച്ചിയുടെ അപരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കാമല്ലോ. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ളൊരു വിഭവമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീഫ് കിട്ടുമ്പം എന്നും വെക്കുന്നവരെ ബീഫ് കറിയൊന്നും വെക്കണ്ട, നമുക്കിങ്ങനെ ഒരു ഇടിയിറച്ചി വെക്കാം.
അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.